ദാ കുല കുലയായിട്ട് പൂക്കളിട്ട് നിൽക്കുന്ന കണ്ടില്ലേ ഈ ബ്രൈഡൽ ബൊക്ക. അപ്പോൾ നിറച്ച് പൂവിട്ടിട്ടുണ്ട്, കുറേ അധികം മുട്ടുകളും വന്നിട്ടുണ്ട്. അതിങ്ങനെ മുകളിലേക്ക് പടർത്തി വിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പൂക്കൾ ഉണ്ടാകുന്നതിന് മുന്നേ ഞാനൊരു വളം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വളം ചെയ്തതിന് ശേഷമാണ് ഇത്രയധികം പൂക്കൾ ഉണ്ടായത്. അപ്പോൾ അതെന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് നട്ടിരിക്കുന്നത് ചട്ടിയിലാണ് കേട്ടോ. ചട്ടിയിൽ നട്ട് മുകളിലേക്ക് ഇങ്ങനെ പടർത്തി വിട്ടിരിക്കുകയാണ്. 2-3 കമ്പുകൾ ഇങ്ങനെ നാട്ടി നിർത്തിയതിന് ശേഷം മുകളിലേക്ക് ഇങ്ങനെ പടർത്തി വിട്ടിരിക്കുകയാണ്. നല്ല മണമുള്ള ഒരു പൂക്കളാണ്. കുല കുലയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ചിത്രശലഭങ്ങളൊക്കെ ഇങ്ങനെ പാറി നടക്കുന്നുണ്ട്. ഒരു പൂക്കൾ പോലും ഉണ്ടാകാതിരുന്ന ഒരു സമയത്താണ് ഞാൻ ഈ വളം ഉപയോഗിച്ചത്. എന്താണെന്നല്ലേ, കണ്ടില്ലേ, ഇതാണ് കേട്ടോ നമ്മുടെ ഡാപ്പ്, ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. അപ്പോൾ ഇത് വൈറ്റാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഗ്രാനുൾസ് ആയിട്ട് ബ്ലാക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ബ്ലാക്കൊക്കെ പച്ചക്കറികൾക്കൊക്കെ യൂസ് ചെയ്യുന്നതെന്നാണ് കേട്ടിട്ടുള്ളത്. ബ്ലാക്ക് പെട്ടെന്ന് തന്നെ മണ്ണിൽ അലിഞ്ഞ് ചേരുകയുമില്ല. അതേസമയം ഈ വൈറ്റ് പെട്ടെന്ന് തന്നെ അലിഞ്ഞ് ചേർന്ന് അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇത് ചെടികൾക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒന്ന് സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഒത്തിരി പൂക്കൾ ഉണ്ടാകണമെന്ന് വിചാരിച്ചിട്ട് വാരിക്കോരി ഇട്ട് കൊടുക്കരുത്, ചെടി മൊത്തം നശിച്ചു പോകും. അപ്പോൾ നമ്മളിത് ചെടിച്ചട്ടിയുടെ വലിപ്പവും അതേപോലെ ചെടിയുടെ വലിപ്പവും ഒക്കെ അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അത് വളരെ കുറച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അതായത് 1 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഇതിൽ നിറച്ചും പൂക്കളുണ്ട്. പൂക്കൾ ഉണ്ടാകുന്നതിന് മുന്നേ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ 1 ടീസ്പൂൺ ഇത്രയാണ് ഇട്ട് കൊടുത്തിരുന്നത്. അതായത് ഈ ചിരട്ടയിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു അളവിൽ. ഇനി നമ്മൾ ഇത് ഇടുന്നതിന് മുന്നേ നമ്മുടെ ചട്ടിയിലെ മണ്ണിന് നല്ല ഈർപ്പം ഉണ്ടായിരിക്കണം. അതിനുശേഷം ഇതേപോലെ ചുറ്റിനും മണ്ണൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ചെടിയുടെ ചുറ്റിനും ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ 2-3 സൈഡിൽ ഇങ്ങനെ ചെറുതായിട്ട് കുഴി കുത്തിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്ത് മണ്ണിട്ട് നന്നായിട്ട് നനച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇത് ഉപയോഗിക്കുന്നില്ല. ഞാനിത് ഉപയോഗിച്ച് പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ഒരു ടൈമാണല്ലോ. അപ്പോൾ പൂക്കൾ ഉണ്ടായതിന് ശേഷം ഇതിട്ട് കൊടുക്കണ്ട, അതിന് മുന്നെയാണ് ഇത് ഡാപ്പ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ അതിന് പകരം കുറച്ച് എല്ലുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലുപൊടി ഇതേപോലെ ഒരു പിടി എല്ലുപൊടി എടുക്കുക. അതിന് ശേഷം ചുറ്റിനും ഇട്ട് കൊടുക്കുക. അതും ഇതേപോലെ തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം മണ്ണിട്ട് മൂടണം, നന്നായിട്ട് നനച്ചും കൊടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എല്ലുപൊടി ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ പൂക്കളുണ്ടാകാൻ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് ചുറ്റിനും ഞാനിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് മണ്ണ് നന്നായിട്ടൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കാം. അതായത് ഇതിൻ്റെ മീതേക്ക് മണ്ണിട്ട് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ടൊന്ന് നനച്ചും കൂടെ കൊടുക്കണം. അപ്പോൾ എപ്പം വളം ചെയ്താലും നമ്മൾ നന്നായിട്ട് തന്നെ ഇതൊന്ന് നനച്ച് കൊടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചെടിയിൽ നന്നായിട്ട് പൂവിടും. എല്ലുപൊടി ബെസ്റ്റാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉപയോഗിക്കാറുള്ളതാണ്. അപ്പോൾ ഇതേപോലെയുള്ള വളങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ, അടിപൊളിയായിട്ട് പൂവിടും. സ്റ്റെമ്മിന് നല്ല കട്ടിയുള്ള ചെടികൾക്ക് മാത്രമേ നമ്മൾ ഡാപ്പ് യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ. അതായത് നമ്മുടെ ബൊഗെയിൻവില്ല, അഡീനിയം, റോസ് ഇതേപോലെയുള്ള ചെടികൾ അതിനൊക്കെ നമുക്ക് ഡാപ്പ് യൂസ് ചെയ്യാം. അതേസമയം 10 മണി, 10 മണിയുടെയൊക്കെ സ്റ്റെമ്മിനൊന്നും അധികം കട്ടിയില്ലാത്തതാണ്. അങ്ങനെയുള്ള ചെറിയ ചെറിയ ചെടികൾക്കൊന്നും നമ്മൾ ഡാപ്പ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം നല്ല സ്റ്റെമ്മ് കട്ടിയുള്ള ചെടികൾക്ക് ഉപയോഗിക്കുക. അതേപോലെ തന്നെ തുടർച്ചയായിട്ട് അങ്ങനെ ഉപയോഗിക്കാതെ ഇരിക്കുന്നതാണ് ചെടികൾക്കും നല്ലത്. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.